അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു ഫഅൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ قال رسول الله صلى الله عليه وسلم من صمت نجا رواه الترمذي عن عبد الله بن عمرو رضي الله عنهما قال رسول الله صلى الله عليه وسلم من صمت نجا رواه الترمذي عن عبد الله بن عمرو رضي الله عنهما قال رسول الله صلى الله عليه وسلم من صمت نجا رواه الترمذي. ഇപ്പൊ തന്നെ ഹദീസ് മനപ്പാടായില്ലേ? മൻ സമത നജ. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഹദീസാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ഹദീസുകളിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമയുടെ ഹദീസ് നമ്മൾ പഠിച്ചിട്ടില്ല. ആരാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അദ്ദേഹത്തിന്റെ ഉപ്പയും സഹാബിയാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പേര് അബൂ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ കുനിയത്ത്. അബൂ മുഹമ്മദ് അബ്ദുല്ലാഹി ഇബ്നു അംർ എന്നാണ് ഈ സഹാബിയുടെ പേര്. 700 ഹദീസുകൾ അദ്ദേഹം റിവായത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ്. 700 ഹദീസ് അദ്ദേഹം റിവായത്ത് ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രത്യേകം എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അൽ അബാദിലത്തുൽ അർബഅ. നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അൽ അബാദിലത്തുൽ അർബഅ. 4 അബ്ദുള്ളമാർ. ആരാണത്? സഹാബികളുടെ കൂട്ടത്തിലെ സിഗാറുകളായ അഥവാ പ്രായം കൊണ്ട് ചെറുതായിട്ടുള്ള 4 സഹാബിമാരാണ് അൽ അബാദിലത്തുൽ അർബഅ. ആരൊക്കെയാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അസ്സുബൈർ, അബ്ദുല്ലാഹി ഇബ്നു അംർ. ഈ 4 ആളുകളാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ ഹദീസ് പറഞ്ഞപ്പോൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഹദീസ് പറഞ്ഞപ്പോഴൊക്കെ അൽ അബാദിലത്തുൽ അർബഅ, 4 അബ്ദുള്ളമാർ. സഹാബികളുടെ കൂട്ടത്തിൽ 300ഓളം അബ്ദുള്ളമാരുണ്ടായിരുന്നു. ഇവിടെ 4 അബ്ദുള്ളമാരെ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഈ 4 അബ്ദുള്ളമാർ എന്ന് പറഞ്ഞാൽ ഈ 4 ആളുകളാണ്. നല്ല അറിവുള്ള സഹാബികളാണ് ഈ പറഞ്ഞ 4 ആളുകൾ. അത് ഇവരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം പറയുന്നുണ്ട്, മനസ്സിലാക്കണം. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ. ശരി, ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുഹദ്ദിസ് ഇമാം തിർമിദി എന്ന് പറയാം, തുർമുദി എന്ന് പറയാം, തർമിദി. 3 ലുഗത്തുണ്ട്. തിർമിദി. തുർമുദ് എന്ന് പറയുന്ന ഉസ്ബെക്കിസ്ഥാനിലൊരു സ്ഥലമാണ്. അതിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ്, ചേർത്തിട്ടാണ് തുർമുദി അല്ലെങ്കിൽ തിർമിദി എന്നൊക്കെ പറയണത്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അബു ഈസ മുഹമ്മദ് ഇബ്നു ഈസ അത്തിർമിദി. അബു ഈസ മുഹമ്മദ് ഇബ്നു ഈസ അത്തിർമിദി ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും അബൂദാവൂദിന്റെ ഒക്കെ ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ സുനനു തിർമിദി അല്ലെങ്കിൽ ജാമിഉ തിർമിദി, അതിലാണ് ഈ ഹദീസ് ഉള്ളത്. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രസിദ്ധനായ മുഹദ്ദിസാണ് ഇമാം അത്തിർമിദി. ശരി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ് ഹദീസിൽ? മൻ സമത നജ. സമത എന്ന് പറഞ്ഞാൽ എന്താ? സമത മിണ്ടാതിരുന്നു, സംസാരിക്കാതിരുന്നു. അതിനാണ് സമത എന്ന് പറയാം.
സംസാരം പിടിച്ചു നിർത്തുക. അൽ ഇംസാഖു അനിൽ കലാം വഹുവ ഖാദിറുൻ അലൈഹി, അതിനാണ് സമത എന്ന് പറഞ്ഞ. സമത എന്ന് പറഞ്ഞ എന്താണ്? അൽ ഇംസാഖു അനിൽ കലാം, സംസാരത്തെ പിടിച്ചു നിർത്തുന്നവനാണ്. വഹുവ ഖാദിറുൻ അലൈഹി, അവന് സംസാരിക്കാൻ പറ്റുന്നവനാണ്. സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ സംസാരം പിടിച്ചു നിർത്തുന്നതിന് എന്ത് പറയാ? സമത എന്ന് പറയാ. സ്വാമിത് എന്ന് പറഞ്ഞ അതാണ് അർത്ഥം. എന്നാൽ സക്കത്ത എന്ന് പറയും, മിണ്ടാതിരുന്നു. ആ സക്കത്ത എന്നുള്ള വാക്കും സമത എന്നുള്ള വാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. സക്കത്ത എന്ന് പറഞ്ഞ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റാത്ത ആള് മിണ്ടാതിരുന്നാലും സക്കത്ത എന്ന് പറയും. സംസാരിക്കാൻ പറ്റുന്ന ആള് മിണ്ടാതിരുന്നാലും സക്കത്ത എന്ന വാക്ക് ഉപയോഗിക്കും. പക്ഷെ സമത എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റുന്ന ആൾ എന്ത് ചെയ്തു? കരുതി കൂട്ടി സംസാരിക്കാതിരുന്നു. അതിനാണ് സമത എന്ന് പറയാം. അവനാണ് സാമിത് എന്ന് പറയാം. അതാണ് സംത്. സംത് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കൽ. സമത മിണ്ടാതിരുന്നു, സാമിത് മിണ്ടാതിരിക്കുന്നവൻ. മൻ സമത നജ, ആരെങ്കിലും മൗനിയായാൽ, മിണ്ടാതിരുന്നാൽ, സംസാരത്തെ പിടിച്ചു നിർത്തിയാൽ, നജ അവൻ രക്ഷപ്പെടും. അവൻ രക്ഷപ്പെടും. നജ എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷപ്പെട്ടു. പക്ഷെ നജ മൻ സമത, ആരെങ്കിലും മിണ്ടാതിരുന്നാൽ എന്ന മൻ ഷർത്തിന്റെ മന്നൻ. അതിനുശേഷം ജവാബായി വരുമ്പോൾ നമ്മൾക്ക് നജ എന്ന് പറയുമ്പോൾ അവൻ രക്ഷപ്പെടും എന്ന് പറയാം. മൻ സമത നജ, ആരെങ്കിലും സംസാരത്തെ പിടിച്ചു നിർത്തി മൗനിയായാൽ നജ അവൻ രക്ഷപ്പെടും. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ്. ഇത് ആശയത്തിലുള്ള വേറെ ഹദീസ് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇമാം ബുഖാരി മുസ്ലിമും, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറൻ, അവൻ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. സംസാരത്തെ പിടിച്ചു വെക്കുക, സംസാരിക്കാതിരിക്കുക, കരുതി കൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. മാത്രമല്ല, ഈ നാവിനെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളത് ഒരു പരിശീലനം ആവശ്യമുള്ള കാര്യമാണ് എന്ന് സലഫുകളുടെ വാചകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പരിശീലനം ആവശ്യമുള്ള, ഒരാൾ തീരുമാനിക്കുകയാണ് ഞാൻ എൻ്റെ നാവിനെ നിയന്ത്രിക്കുന്നു പറഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. കുറച്ച് ക്ഷമയും അതുപോലെ തന്നെ ഒരു കൃത്യമായ പരിശീലനം, ഒരു ആ വിഷയത്തിലുള്ള ഒരു ഉറച്ച തീരുമാനം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ സംസാരത്തെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളത്, അതിനാണ് സംത് എന്ന് പറയാം. അസ്സംത്, അസ്സംതു ഹിക്മതുൻ വഖലീലുൻ ഫാഇലുഹു എന്ന് അറബികൾ പറയാറുണ്ട്. അങ്ങനെ ഒരു ഹദീസ് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ദുർബലമായ ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർത്തി പറയാറുള്ള ഒരു ഹദീസുണ്ട്. ആ ഹദീസ് ദുർബലൻ. അസ്സംതു ഹിക്മതുൻ, മിണ്ടാതിരിക്കുക എന്നുള്ളത് യുക്തിയാണ്. ഹിക്മതൻ, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വദ്ഉ ശൈഇ ഫീ മൗദിഇഹി, വെക്കേണ്ട ഒരു സാധനം അതിന്റെ കൃത്യമായ സ്ഥാനത്ത് വെക്കുന്നതിനാണ് ഹിക്മത്ത് പറയാ. ആ മിണ്ടാതിരിക്കുക എന്നുള്ളത് ഹിക്മത്തൻ. വഖലീലുൻ ഫാഇലുഹു, അത് ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ചാണ്. മിണ്ടാതിരിക്കുക എന്നുള്ളത് ഹിക്മത്താണ്, പക്ഷെ അത് ചെയ്യുന്ന ആളുകൾ, മിണ്ടാതിരിക്കുക എന്നുള്ള പ്രവർത്തനം, ആ ഒരു കാര്യം ചെയ്യുന്നവർ കുറച്ചാണ് എന്നുള്ള ഹദീസ് ദുർബലാണ്. പക്ഷെ അത് ഒരു ഹിക്കമായി, ഒരു നല്ല തത്വമായി അറബികൾ പറയാറുണ്ട് എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, ഈ ഒരു കാര്യം സംസാരത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് ഒരു പരിശീലനം ആവശ്യമുള്ള കാര്യമാണ് എന്നുള്ളത് സലഫുകളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പറഞ്ഞില്ല. ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, തഅല്ലമു സംത, നിങ്ങൾ സംതിനെ പഠിക്കണം, മിണ്ടാതിരിക്കുക, സംസാരത്തെ പിടിച്ചുവെക്കുക എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾ പഠിക്കണം. അത് പഠിക്കാനുള്ളൊരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പരിശീലിച്ച് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മൗനിയാകുക എന്നുള്ളത്, സംസാരം ശ്രദ്ധിച്ചുകൊണ്ടാകുക എന്നുള്ള കാര്യം. അതുപോലെ തന്നെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഅല്ലമു സംത, നിങ്ങൾ സംസാരം നിയന്ത്രിക്കുക എന്നുള്ളത് നിങ്ങൾ പഠിക്കണം, മൗനിയാവുക എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. കമാ തതഅല്ലമൂനൽ കലാം, നിങ്ങൾ സംസാരം പഠിക്കുന്നത് പോലെ, സംസാരിക്കാൻ പഠിക്കുമല്ലോ, അതുപോലെ നിങ്ങൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് മിണ്ടാതിരിക്കുക എന്നുള്ള കാര്യവും. സംസാരിക്കാതിരിക്കുക എന്നുള്ളതും നിങ്ങൾ
പഠിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞു. മഹാന്മാരായ സലഫുകൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം പ്രത്യേകം എന്ത് ചെയ്തിരുന്നു? അവരുടെ നാവിനെ നിയന്ത്രിക്കുക, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക, അല്ലാത്തടത്ത് മൗനിയായി നിൽക്കുക എന്നുള്ള കാര്യം അവർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പരിശീലിച്ചെടുത്തൊരു കാര്യമാണ്. ഇയാസ് ഇബ്നു അജ്ലി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത് കാണാം, ജാഹദ്തു നഫ്സി ഫീ തഅല്ലുമി സ്വംതി 10 സിനീൻ. ഞാൻ എൻ്റെ നഫ്സിനോട് ഞാൻ ജിഹാദ് ചെയ്തു ഈ നിശബ്ദത പാലിക്കുക എന്നുള്ള അത് പഠിക്കുന്ന വിഷയത്തിൽ. 10 സിനീൻ 10 വർഷം. 10 വർഷം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ നഫ്സിനോട് ഞാൻ ജിഹാദ് ചെയ്തു എന്നാണ്. ആ സംസാരം നിയന്ത്രിക്കുന്ന കാര്യം, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, അല്ലാത്തടത്ത് മിണ്ടാതിരിക്കുക എന്നുള്ള കാര്യം ഞാൻ 10 വർഷമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 10 വർഷം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ നഫ്സിനോട് ജിഹാദ് ചെയ്തു ആ വിഷയം പഠിക്കാൻ എന്ന് പറഞ്ഞു കാണാം. അതുപോലെ തന്നെ മഹാനായ താബിഈ താഊസ് ഇബ്നു കൈസാൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അദ്ദേഹം ചിലപ്പോൾ സദസ്സിലൊക്കെ ഇരിക്കുമ്പോൾ മിണ്ടാതിരിക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ തെറ്റുവരിക്കും, ഇവനൊരു കിബ്രനാണ് അല്ലെങ്കിൽ മുതകബ്ബിറാണ്, ഇവൻ ആരോട് സംസാരിക്കൂല എന്ന് ചില ആളുകൾ, സാധാരണക്കാർ പ്രത്യേകിച്ചും തെറ്റുവരിക്കും. ഇവൻ ആരോടും മിണ്ടാത്ത എന്തോ ഒരു ജീവിയാണ് എന്നുള്ളത് ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ചില ആളുകൾ അവരുടെ കിബർ കൊണ്ട് സംസാരിക്കാത്തവരും ഉണ്ടാകും, അത് വേറൊരു വിഷയം. പക്ഷേ കരുതി കൂട്ടി സംസാരം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഒരുത്തം മിണ്ടാതിരുന്നാൽ അത് നമ്മൾ സംശയിക്കാൻ പാടില്ല. താഊസ് ഇബ്നു കൈസാൻ റഹിമഹുല്ലാഹ് എന്ത് ചെയ്യും? കുറെ നേരം മിണ്ടാതിരുന്നാൽ അദ്ദേഹം പറയും, ഞാൻ ഇന്നി ജറബ്തു ലിസാനി, എൻ്റെ നാവിനെ ഞാൻ പരിശീലിപ്പിക്കുകയാണ് ഈ ഒരു കാര്യത്തെ. കാരണം എൻ്റെ നാവ് കുറച്ച് മോശം, അതിനെ വിട്ടാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത്, ഞാൻ ഈ മൗനിയാവുക, സംസാരത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് പഠിക്കുന്നതിന്റെ ഭാഗമായി, പരിശീലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നെന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന ആളുകളോട് പറയും, എൻ്റെ സംസാരം നാവ് കുറച്ച് എനിക്ക് നിയന്ത്രിക്കാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്നെന്ത് ചെയ്യും? തൊട്ടുകൂടെ ഇരിക്കുന്ന ആളുകളോട് അദ്ദേഹം പറയാറുണ്ട് എന്നാണ്. അപ്പോൾ രണ്ടാളുടെ വിഷയം തീർന്നു, ഇവിടെ ഒപ്പം ഇരിക്കുന്ന ആളുടെ സംശയവും തീർന്നു. എന്ത്? ഇയാൾ മിണ്ടാതിരിക്കാനുള്ള കാരണം. അങ്ങനെ എന്ത് ചെയ്തിരുന്നു? മഹാന്മാരായ സലഫുകൾ അത് പഠിച്ചെടുത്തിരുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ, ഞാനടക്കം എല്ലാവരും നമ്മുടെയൊക്കെ പരാജയപ്പെടുന്നൊരു വിഷയമാണ്. മഹാന്മാരായ സലഫുകൾ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രയാസം, അല്ലെങ്കിൽ അവര് അത് മനസ്സിലാക്കിയിരുന്നു. ഇപ്പോ മഹാന്മാര ഒരു സലഫിന്റെ ഉദ്ധരണി കാണാൻ സാധിക്കും. ഒരാൾക്ക് അയാളുടെ ന്യൂനത എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ വിഡ്ഢിയാണ്. എന്റെ പോരായ്മ എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വിഡ്ഢിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പോരായ്മ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, ന്യൂനത മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഡ്ഢികളാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ വാസില മാ ഐബുക്, താങ്കളുടെ ന്യൂനത എന്താണ്? അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, കസറത്തുൽ കലാം. മുൻഗാമികളുടെ കൂട്ടത്തില് അദ്ദേഹം പറഞ്ഞത് സംസാരം കൂടുതലാണ് എന്നുള്ള കാര്യമാണ്. അപ്പോ അവരൊക്കെ വലിയ ഒരു ന്യൂനതയായി കണ്ടിരുന്ന ഒരു കാര്യമാണ് കൂടുതലായിട്ട് സംസാരിക്കുക എന്നുള്ളത്. മാത്രമല്ല സംസാരം നിയന്ത്രിക്കുക എന്നുള്ളത്, ആവശ്യത്തിന് സംസാരിക്കുക എന്നുള്ളത് അവർ പ്രത്യേകം പരിശീലിച്ച കാര്യമായിരുന്നു എന്ന് കാണാം. സമ്മാഖ് ഇബ്നു ഹർബ് റഹിമഹുല്ലാഹ് ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അകുൻത തുജാലിസു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ റസൂലിന്റെ കൂടെ ഇരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. താങ്കൾ റസൂലിന്റെ കൂടെ ഇരുന്നിട്ടുണ്ടോ? അപ്പൊ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ, ഞാൻ റസൂലിന്റെ കൂടെ ഇരുന്നിട്ടുണ്ട്. ഖാന തവീല സംതി, അദ്ദേഹം ദീർഘനേരം മിണ്ടാതിരിക്കും. റസൂലുള്ളാഹ് അതിലേറ്റവും വലിയ മാതൃകയായിരുന്നു. റസൂലുള്ളാഹ് ആവശ്യത്തിന് സംസാരിക്കും. റസൂലുള്ളാഹ് ധാരാളം സമയം, ഒരുപാട് സമയം മിണ്ടാതിരിക്കാറുണ്ട്. ഖലീൽ അല്ലാഹിക്കി, കുറച്ചേ ചിരിക്കാറുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അപ്പോൾ റസൂലുള്ളാഹ് അതിൽ വലിയ മാതൃകയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹദ്ദിസു ഹദീസൻ, റസൂലുള്ളാഹ് സംസാരിക്കാറുണ്ട്, ഹദീസ് പറയാറുണ്ട്. ലൗ അദ്ദഹുൽ ആദു ലഅഹ്സാഉ, എണ്ണുന്ന ആൾക്കത് എണ്ണാൻ തീരുമാനിച്ചാൽ അവർക്കിത് എണ്ണാൻ സാധിക്കും. അത്രയും കുറച്ച് കാര്യങ്ങൾ പറയാറുള്ളത് എന്നർത്ഥം. ഒരാൾ റസൂലിന്റെ കലാം ഇങ്ങനെ എണ്ണിയെടുക്കാൻ തീരുമാനിച്ചാൽ അയാൾക്കത് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കും. അത്രേ സംസാരിക്കുള്ളൂ എന്നർത്ഥം. കൂടുതൽ സംസാരിക്കുന്ന ആളുടെ അത് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ അത് നമുക്ക് കണക്ക് ക്ലിപ്തപ്പെടുത്തുന്ന പ്രയാസമുള്ള കാര്യം. പക്ഷെ റസൂലിന്റെ സംസാരം അങ്ങനെ ആയിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല എന്നാണ്.
റസൂലുള്ള പ്രത്യേകം പറഞ്ഞു ഊതീതു ബിജമാമിഇൽ കലിം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതയാണ്. റസൂലിന്റെ സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ വിശാലമായ ആശയം അതിലുണ്ടാകും. റസൂലിന്റെ സംസാര ഹദീസുകളൊക്കെ എടുത്താൽ നമുക്ക് മനസ്സിലാകും. അറബികൾ പറയാറുണ്ട് ഖൈറുൽ കലാമി മാ ഖല്ല വദല്ല. ഏറ്റവും നല്ല സംസാരം എന്ന് പറഞ്ഞാൽ കുറച്ചുള്ള സംസാരം, പക്ഷേ ആ സംസാരത്തിൽ എല്ലാം ഉണ്ടായിരിക്കണം. കാര്യങ്ങൾ വ്യക്തമാകുന്ന രൂപത്തിൽ കുറച്ച് സംസാരിക്കുന്ന സംസാരമാണ് ഏറ്റവും നല്ല സംസാരം എന്ന് അറബികൾ പറയാറുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ബികസ്റത്തി സംതി തകൂനുൽ ഹൈബ. കൂടുതലായി ഒരാൾ മൗനം അവലംബിക്കുന്നുണ്ടെങ്കിൽ, സംസാരം കുറക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ സംസാരത്തെ കൂടുതലായി നിയന്ത്രിക്കുക എന്നുള്ളത് അതിലൂടെയാണ് തകൂനുൽ ഹൈബ, ഒരാളുടെ ഗാംഭീര്യം ഉണ്ടാകുന്ന അതിലൂടെയാണ്. കൂടുതൽ സംസാരിക്കുന്ന ആളോട് ആർക്കും ഒരു വില ഉണ്ടാകൂല. ഈ ഗാംഭീര്യം ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള സംതാണ്, നിശബ്ദത, ഉണ്ടാതിരിക്കുക എന്നുള്ളത്. അത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ അബൂ ഹാത്തിം റഹിമഹുല്ലാഹ് പറഞ്ഞു ഒരു ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ 2 ചെവികളോട് കാണിക്കേണ്ട നീതിയുണ്ട് അവന്റെ സംസാരത്തിലൂടെ. എന്ന് പറഞ്ഞാൽ അവന് 2 ചെവി കൊടുത്തിട്ടുണ്ടല്ല, ഒരു നാവാണ് കൊടുത്തത്. അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യമായി അബൂ ഹാത്തിം റഹിമഹുല്ലാഹ് പറയുന്നത്, ഒരു നാവ് എന്ന് പറഞ്ഞാൽ 2 ചെവിക്ക് ഒരു നാവ്. അപ്പോൾ കൂടുതൽ കേൾക്കുക, 2 ചെവി ഉണ്ടല്ലോ, ഒറ്റ നാവേ ഉള്ളൂ, കുറച്ച് സംസാരിക്കുക എന്നുള്ളത് അതിലുണ്ട് എന്ന് അബൂ ഹാത്തിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ കൂടുതലായി സംസാരിക്കുന്നതിന് മഹാന്മാരായ സലഫുകൾ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ പ്രോത്സാഹിപ്പിച്ചത്? ഇവിടെ മൻ സമത നജ, ആരെങ്കിലും നിശബ്ദത പാലിച്ചാൽ, മൗനിയായാൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിൽ നിന്നാണ് അവൻ രക്ഷപ്പെട്ടത്? ആഫാത്തുൽ ലിസാൻ, നാവിലൂടെ വരുന്ന തിന്മകൾ, അതിൽ നിന്ന് അവൻ രക്ഷപ്പെടും. നാവിലൂടെ വരുന്ന തിന്മകൾ എന്തൊക്കെയുണ്ട്? അതിൽ നിന്ന് ഒരു സംസാരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, കൂടുതലായി സംസാരിക്കാത്ത ഒരാളെടുത്തോളം അവൻ അതിൽ നിന്ന് രക്ഷപ്പെടും. അതാണ് നജ എന്ന് പറഞ്ഞാൽ. മൻ സമത നജ എന്ന് പറഞ്ഞാൽ അതാണ്. ഒരുത്തൻ മൗനിയായാൽ അവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടുണ്ടാകുന്ന തിന്മകൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിക്കും എന്നർത്ഥം. എന്താണ് ഈ സംതിനെ അവർ പരിശീലിച്ചെടുത്തു സലഫുകളൊക്കെ? തഅല്ലമു സംത, നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് പഠിക്കണം. തഅല്ലമു സംത കമാ തതഅല്ലമൂന അൽ കലാം, സംസാരം പഠിക്കുന്നത് പോലെ നിങ്ങൾ മിണ്ടാതിരിക്കാനും പഠിക്കണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ നാവ് കൊണ്ടുണ്ടാകുന്ന അപകടം അത്രയാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഹദീസുകൾ പരിശോധിച്ചാൽ നമ്മൾക്കത് കാണാം. സലഫുകൾ പറയാറുണ്ട് അക്സറുന്നാസി ദുനൂബൻ അക്സറുഹും കലാമൻ ഫീമാ ലാ യഅനീഹി. കൂടുതൽ തിന്മ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കൂടുതൽ സംസാരിക്കുന്നവനാണ്. കൂടുതൽ തിന്മകൾ ആർക്കുണ്ടാകുക? ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൂടുതലായി സംസാരിക്കുന്നവനാണ് കൂടുതൽ തിന്മ ഉണ്ടാകുക എന്ന് മഹാന്മാരായ സലഫുകൾ പറയാറുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അധിക ആളുകളെയും നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തിയ കാര്യം എന്താണ്? ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവുകൾ കൊയ്തെടുത്ത തിന്മകളാണ്. അധിക ആളുകൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴാനുള്ള കാരണം എന്താണ്? അവരുടെ നാവ് ചെയ്ത തിന്മകൾ കൊണ്ടാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുപരിചിതമായ ഹദീസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, കൂടുതൽ ആളുകൾ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽഫമു വൽ ഫർജു. അൽഫമു വൽ ഫർജു, ഒന്നാവാണ്, മറ്റൊന്ന് അവന്റെ ലൈംഗിക അവയവം. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് അധിക ആളുകളും നരകത്തിൽ പ്രവേശിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതുപോലത്തെ റസൂലുള്ള പറഞ്ഞു, ഇന്ന അബ്ഗലകും ഇലയ്യ വ അബ്അദകും മിന്നി യൗമൽ ഖിയാമ, ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവർ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അകലെയുള്ളവർ, എന്നോട് അടുത്തവർ, എന്നോട് ഏറ്റവും അകലെയുള്ളവർ എന്ന് പറഞ്ഞാൽ അസ്സർസാറൂൻ വൽ മുതശദ്ദിഖൂൻ വൽ മുതഫൈഹിഖൂൻ. സർസാറൂൻ എന്ന് പറഞ്ഞാൽ വായാടികളൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നവർ, അവരാണ് സർസാറൂൻ എന്ന് പറഞ്ഞാൽ. മുതശദ്ദിഖൂൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ മറ്റുള്ളവരെ അവരുടെ അഭിമാനം പിച്ചു ചീന്തുന്ന രൂപത്തിലുള്ള സംസാരം നടത്തുന്ന ആളുകൾ,
അവരാണ് ഖിയാമത്ത് നാളിൽ എനിക്ക് ഏറ്റവും വെറുത്തവർ, അതുപോലെ തന്നെ എന്നോട് ഏറ്റവും അകന്നവർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഒരാളുടെ നാവ് ശരിയായാൽ മാത്രമേ അവന്റെ ദീൻ ശരിയാകുള്ളൂ. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാകും. ഒരാളുടെ ഈമാൻ അത് ശരിയാവുകയില്ല അവന്റെ ഹൃദയം ശരിയാകുന്നത് വരെ. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. ഒരുത്തന്റെ നാവ് അത് ശരിയായാലേ അവന്റെ ഹൃദയം ശരിയാകുള്ളൂ. അവന്റെ ഈമാൻ ശരിയാകണമെങ്കിൽ അവന്റെ കൽബ് ശരിയാകണം. അവന്റെ കൽബ് ശരിയാകണമെങ്കിൽ അവന്റെ ലിസാൻ, അവന്റെ നാവ് ശരിയാകണം. നാവ് ശരിയാകാതെ ഒരുത്തനും ഒരാളുടെയും ഹൃദയം ശരിയാകുള്ളൂ. ചില ആളുകൾ പറയാറുണ്ട് അവന്റെ മനസ്സിലൊന്നുമില്ല, ഒക്കെ പുറത്തേക്ക് പറയുന്നു. അത് ശരിക്കും ശരിയായ പ്രയോഗമല്ല. ഒരു നിലക്ക് നോക്കുമ്പോൾ മനസ്സിലൊന്നുമില്ല, ഒക്കെ പുറത്തേക്ക് പറയുന്നു. അതൊരു ശരിയായ പ്രയോഗമല്ല. ഒരാളുടെ നാവ് ശരിയായാലും അവരുടെ ഹൃദയം ശരിയാകുള്ളൂ. ഹൃദയം ശരിയായാലും അവരുടെ ഈമാൻ ശരിയാകുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ കേട്ടിട്ടില്ല ഹദീസ്, ഒരു പെണ്ണിനെ കുറിച്ച്, അവർ നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, തഹജ്ജുദ് വരെ നിസ്കരിക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് പറയപ്പെട്ടു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത്. ഒറ്റ പ്രശ്നേ പറഞ്ഞിട്ടുള്ളൂ, തുഅ്ദി ജീറാനഹ ബിലിസാനിഹ. ഒരു പ്രശ്നം അവൾക്കുണ്ട്. എന്താ പ്രശ്നം? നിസ്കാരത്തിലും നോമ്പിലും സദഖയുടെ വിഷയത്തിലൊക്കെ പേര് പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു പെണ്ണിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടു റസൂലിന്റെ അടുത്ത്. പക്ഷെ ഒറ്റ പ്രശ്നം പറഞ്ഞു, തുഅ്ദി ജീറാനഹ ബിലിസാനിഹ. നാവ് കൊണ്ട് അയൽവാസികളായിട്ടുള്ള ആളുകൾ ഉപദ്രവിക്കാറുണ്ട്. റസൂൽ എന്ന് പറഞ്ഞു, ലാ ഖൈറ ഫീഹ. അവളിൽ യാതൊരു നന്മയുമില്ല. അവൾ ഇന്നഹ ഫിന്നാർ, അവൾ നരകത്തിലാൻ. ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാൻ. അവളിൽ യാതൊരു നന്മയുമില്ല എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള നിരവധി അപകടങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള മിണ്ടാതിരിക്കുക എന്നുള്ള സ്വംത് അതിനെ മഹാന്മാരായ സലഫുകൾ പരിശീലിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെ പ്രത്യേകം പ്രോത്സാഹനം. നാവിലൂടെ വരുന്ന തിന്മകൾ കൊണ്ടാണ് അധിക ആളുകൾ നരകത്തിൽ പ്രവേശിക്കുന്നത്. മാത്രമല്ല റസൂൽ പറഞ്ഞ ഹദീസ് എന്താ? മൻ യദ്മൻ ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന. ഒരാളുടെ നാവ്, അതുപോലെ തന്നെ ഒരാളുടെ ലൈംഗികാവയവം, ഇത് അള്ളാഹു വിലക്കിയ രൂപത്തിൽ ഉപയോഗിക്കുകയില്ല എന്നൊരുത്തിന് എനിക്ക് ഉറപ്പ് നൽകിയാൽ തിരിച്ചെന്താ പറഞ്ഞത്? അദ്മൻ ലഹുൽ ജന്ന, അവന് സ്വർഗം ഞാൻ ഉറപ്പ് തരാം. അപ്പൊ സ്വർഗം പകരം നൽകും. എന്തിന്? നാവും ലൈംഗികാവയവും നിയന്ത്രിച്ചാൽ. അപ്പൊ ചെറിയ കാര്യമല്ല, പകരം കിട്ടുന്നത് സ്വർഗമാണ്. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ സാധനം നിയന്ത്രിക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും നല്ല കർമ്മങ്ങൾ ഏതാന്ന് ചോദിച്ചപ്പോ റസൂലുള്ള പറഞ്ഞു, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. രണ്ടാമതായി റസൂലുള്ള ഒരു ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്, അൻ യസ്ലമൻ നാസു മിൻ ലിസാനിക്. നിന്റെ നാവിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെടലാണ്, സുരക്ഷിത. നിന്റെ നാവ് കൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന അവസ്ഥ ഇല്ലാതിരിക്കലാണെന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ ചോദിച്ചു, എന്താണ് രക്ഷ? ഈ ഹദീസിൽ പറഞ്ഞ എന്താണ്? മൻ സമത നജ. മിണ്ടാതിരുന്നാൽ, നാവിനെ നിയന്ത്രിച്ചാൽ അവൻ രക്ഷപ്പെടും. അതല്ല പറഞ്ഞത്? സമത എന്ന് പറഞ്ഞാൽ സംസാരിക്കാതിരിക്കുക. ഒരുത്തൻ സംസാരിക്കാതിരുന്നാൽ, അഥവാ അനാവശ്യമായ കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നാൽ അവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. റസൂലിനോട് ചോദിക്കുന്നു, മൻ നജാതു, എന്താണ് രക്ഷ? റസൂലുള്ള പറഞ്ഞത്, നീ നിന്റെ നാവിനെ നിയന്ത്രിക്കലാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ അത് ഇതിലൂടെയാണ്, നിന്റെ നാവ് നിയന്ത്രിക്കുന്നതിലൂടെയാണ് നിനക്ക് രക്ഷയുണ്ടാകുന്നത്, വിജയമുണ്ടാകുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മറുപടി പറഞ്ഞു. ഇവിടെ അവസാനമായ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആരോടും ഒന്നും സംസാരിക്കാതിരിക്കുക എന്നുള്ളതല്ല. സംസാരം ഇബാദത്താകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള സംസാരം, പ്രത്യേകിച്ച് ഭാര്യമാരോടുള്ള സംസാരങ്ങൾ, അതുപോലെ തന്നെ ഉമ്മയോടും ഉപ്പയോടുമുള്ള സംസാരം, അത് ഇദ്ഖാലു സുറൂർ, മറ്റൊരു ഇബാദത്താണ്. അവരോട് സംസാരിക്കുക എന്നുള്ളത് ഇബാദത്താണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഒരിക്കലും ഈ പറഞ്ഞ സ്വംത്തിനെതിരല്ല, അത് പുണ്യം കിട്ടുന്ന കാര്യമാണ്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ കലാമു ബിൽ ഖൈരി, നല്ല സംസാരം എന്ന് പറഞ്ഞാൽ മിൻ ദിക്രില്ല, അള്ളാഹുവിനെ സ്മരിക്കുക, വതിലാവത്തിൽ ഖുർആൻ, ഖുർആന്റെ പാരായണം, വ അഅമാലിൽ ബിർരി, അതുപോലെ തന്നെ
നല്ല കാര്യങ്ങൾ, ആ രൂപത്തിലുള്ള സംസാരം അഫ്ളലു മിനസ് സമത്, ഇത്തരത്തിലുള്ള ഇബാദത്താക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് മിണ്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. മിണ്ടാതിരിക്കുന്നതിനേക്കാൾ ഒരാൾ തിന്മ കണ്ടു അല്ലെങ്കിൽ ഒരാൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു, അത് വലിയ ഖൈറാൻ, അത് മിണ്ടാതിരിക്കുന്നതിനേക്കാൾ ഖൈറാൻ. എന്നാൽ അതുപോലെ തന്നെ വകദാലികൽ ഖൗലു ബിൽ ഹഖ് കുല്ലുഹു വൽ ഇസ്ലാഹു ബൈനൻ നാസി വമാ കാന മിസ്ലഹു, അതുപോലെ തന്നെ മറ്റുള്ളവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക, അതുപോലെ തന്നെ സത്യസന്ധമായ കാര്യങ്ങൾ സംസാരിക്കുക, അതുപോലെ തന്നെ ദീനിന്റെ പ്രചരണം നടത്തുക പോലെയുള്ള കാര്യങ്ങളൊക്കെ മിണ്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. വഇന്നമ الصمْتُ الْمَحْمُودُ الصَّمْتُ عَنِ الْبَاطِلِ. ഇവിടെ മിണ്ടാതിരിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, പുകഴ്ത്തപ്പെട്ട മിണ്ടാതിരിക്കൽ എന്ന് പറഞ്ഞാൽ ബാത്തിലായ നിരർത്ഥകമായ കാര്യങ്ങളിൽ നിന്ന് മിണ്ടാതിരിക്കലാണ്. പണ്ഡിതന്മാരിൽ ചിലർ സംസാരത്തെ നാലായി തിരിച്ചത് കാണാം. ഒന്ന്, ആ സംസാരം പൂർണ്ണമായിട്ടും ഖൈറായിട്ടുള്ള സംസാരം, അത് നമ്മൾ പറയൽ പുണ്യമുള്ള കാര്യമാണ്. മറ്റൊന്ന് പൂർണ്ണമായി ഷർറാൻ, ആ സംസാരം മൊത്തം ഷർറാൻ, അത് ഒഴിവാക്കൽ നിർബന്ധമാണ്. മൂന്നാമത്തതൊന്ന് ഷർറുമുണ്ട് ഖൈറുമുണ്ട്, അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഖൈറിനെ നിലനിർത്തി ഷർറ് ഒഴിവാക്കി സംസാരിക്കാൻ ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം ഖൈറുമില്ല ഷെറുമില്ല, അങ്ങനത്തെ സംസാരം ഉണ്ടാവില്ലേ? ഖൈറുമില്ല ഷെറുമില്ല, ആ സംസാരം കൊണ്ടെന്തില്ല, പ്രത്യേകിച്ച് ഷെറുമില്ല ഖൈറുമില്ല, അങ്ങനത്തെ സംസാരങ്ങൾ ഒഴിവാക്കലാണ് ഈ പറഞ്ഞ ഒഴിവാക്കേണ്ടതാണ്. അതൊക്കെ ഈ സമത്തിൽ പെടും എന്നുള്ളത് പ്രത്യേകം പറഞ്ഞത് കാണാം. അപ്പോ ഇത് പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ പരിശീലിച്ച് കൂടുതൽ നഫ്സിനോട് ജിഹാദ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള സമത് എന്ന് പറയുന്ന ഇബാദത്താണ്. മൻ സമത നജ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത് പോലെയുള്ള കാര്യങ്ങൾ ഹദീസുകൾ വെച്ച്. അപ്പോൾ പരമാവധി നമ്മൾ നമ്മുടെ സംസാരം കൊണ്ട് ഒരിക്കലും ഒരു ഷർറ് ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. ആവശ്യമുള്ള സംസാരങ്ങൾ സംസാരിക്കുക. ഒരുത്തൻ സംസാരം കുറച്ചു കഴിഞ്ഞാൽ കസുറ അഖ്ലുഹു, അവന്റെ ബുദ്ധി വർദ്ധിക്കുമെന്ന് സലഫുകൾ പറഞ്ഞത് കാണാം. ഒരുത്തൻ സംസാരം കുറച്ചാൽ കസുറ അഖ്ലുഹു, അവന്റെ ബുദ്ധി വർദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ അള്ളാഹു നമ്മൾക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കലും നമ്മുടെ സംസാരം കൊണ്ട് നമ്മളുടെ സഹോദരങ്ങൾക്കോ അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ദീനീ സംവിധാനങ്ങൾക്കോ ഒരു പരിക്കേൽക്കുന്ന ഒന്നും നമ്മളിൽ നിന്ന് ഉണ്ടാകരുത്. നമ്മുടെ സംസാരം ഒരാൾക്ക് ഖൈറല്ലാതെ ഒരിക്കലും ഷർറുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. വല്ലാഹു വലിയു തൗഫീഖ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.